ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ക്രിസ്മസ് കളക്ഷൻസാണ് വരുന്നത്. ക്രിസ്മസ് തീമായ വൈറ്റ് ആൻഡ് റെഡ് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന നല്ല എലഗൻ സാരീസും വരുന്നുണ്ട്. അത് കൂടാതെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടും എല്ലാം ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് വർക്കിൽ വരുന്ന ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസും വരുന്നുണ്ട്. ഞാൻ ജെബിൻ ഷഫി, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സാപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ്. രാവിലെ 10:30 മണിക്ക് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് ഡിസൈൻസ് വിതിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് കളക്ഷൻസ്. ഫസ്റ്റ് സാരി എല്ലാം വരുന്നതിന് ആ ഒരു ക്രിസ്മസ് സെറ്റേറിലാണ് വരുന്നത്. ആ ഒരു കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. നല്ല ഫാബ്രിക് ആട്ടോ സാരി വരുന്നത്. ഇതൊരു സൂപ്പർ നെറ്റ് കോട്ടയാണ്, സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതിൽ റെഡിലാണ് ത്രെഡ് വർക്കും ആ ഒരു ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ബോഡി വരുന്ന ഈ ഒരു പാറ്റേണിലായിരിക്കും, ആ ഒരു ലീഫ് ഡിസൈൻസിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ബോർഡർ നല്ല തിക്കായിട്ടായിരിക്കും സാരിയിൽ ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഒരു ഫിനിഷിലായിരിക്കും വരുന്നത്. എൻ്റയർ സാരിയും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ വർക്ക് വരുന്നത്. പല്ലു ഇതേ പാറ്റേൺ തന്നെ, റണ്ണിങ് മുന്താണിയാണ് വരുന്നത്. ഈ സാരിക്ക് ബ്ലൗസ് ഇല്ല, വിത്തൗട്ട് ബ്ലൗസാണ് വരുന്നത്. നമുക്ക് വൈറ്റോ അല്ലെങ്കിൽ ഈ ഡീപ്പ് റെഡോ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. സെക്കൻഡ് ഡിസൈനാണ് വരുന്നത് കേട്ടോ. കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ്, റെഡ് ആൻഡ് വൈറ്റ് തന്നെ കോമ്പിനേഷൻ. ഇതിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൻ്റെയും ആപ്ലിക് വർക്കിൻ്റെയും പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫ്ലോറൽ വർക്ക് വരുന്നത്. ബോർഡർ ഡീറ്റെയിലിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. വിത്തൗട്ട് ബ്ലൗസ് ആട്ടോ സാരി. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ, സൂപ്പർ നെറ്റ് കോട്ടയാണ് എല്ലാ സാരീസിൻ്റെയും ഫാബ്രിക് വരുന്നത്, സിൽക്കി കോട്ട. ഇതായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടോ വരുന്നത്. ഇത് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആയിരിക്കും. ഒരു പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ടോണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആട്ടോ. ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ. പേൾ ക്രീമിൽ സ്മോൾ എംബ്രോയിഡറി വർക്കാണ്. നല്ലൊരു പാറ്റേൺ, ഒരു എംബോസ്ഡ് പാറ്റേണിലാട്ടോ ഇതിലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു 4 പെറ്റൽസ് പാറ്റേണിലുള്ള ഒരു ഡിസൈൻസ് വന്നിട്ട് അതിൽ ഫ്ലോറൽ വർക്ക് വരുന്നത് മസ്റ്റേർഡ് യെല്ലോയിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഈ സാരീസും വിത്തൗട്ട് ബ്ലൗസാണ് വരുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് മസ്റ്റേർഡ് യെല്ലോ ഇക്കത്ത് ബ്ലൗസോ അതല്ലെങ്കിൽ ഒരു സിൽക്ക് ബ്ലൗസോ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. അടുത്ത ഡിസൈൻ വരുന്നത് കോമ്പിനേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ്, ഒരു ഗോൾഡൻ ബേജ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. ഗോൾഡൻ ബേജിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആയിരിക്കും. ത്രെഡ് എംബ്രോയിഡറിയും ബോർഡർ ഡീറ്റെയിലിങ്ങും അതേ സ്റ്റൈലിൽ തന്നെ. ബേജ് വിത്ത് ഗ്രീൻ, നല്ലൊരു റയർ കോമ്പിനേഷൻ ആട്ടോ ഇതും. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡർ ഫിനിഷിങ്. മുന്താണിയെല്ലാം സെയിം പാറ്റേൺ, വിത്തൗട്ട് ബ്ലൗസ്. അടുത്ത സാരി നല്ല ബ്യൂട്ടിഫുൾ എലഗൻ്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരിയാണ്. ഓർഗൻസ കാഞ്ചി ഓർഗൻസയിൽ എൻറ്റയർ സാരിയിലും സോഫ്റ്റ് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ. കോമ്പിനേഷനും വളരെ സോഫ്റ്റ് ആൻഡ് സട്ടിൽ ആയിട്ടുള്ള കോമ്പിനേഷൻ. ലൈറ്റ് പിങ്ക് ആണ്, ബേബി പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അതിൽ ആ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് ഓർഗൻസയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓർഗൻസയുടെ ആ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നല്ല തിക്ക് എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത് സാരി. 1 ലെയറിലായിരിക്കും സാരി കണ്ടോ. 1 ലെയറിലും ഇങ്ങനെയാണ് വരിക സാരി. ഫുൾ ആ ഒരു ത്രെഡ് വർക്കും അതിലൊരു സ്കാറ്റേർഡ് ഫോമിൽ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. കൂടാതെ നല്ല പാറ്റേണിൽ ക്രോഷ്യോ ലേസും അതിൽ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ബോർഡറും പല്ലും എല്ലാം ഫിനിഷ് ചെയ്യുന്നത്. ഇതായിരിക്കും സാരിയുടെ ഡീറ്റെയിലിങ് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ്. നല്ലൊരു മൈൽഡ് പിങ്ക് ആണ്, ബേബി പിങ്കിൽ അതേ പിങ്ക് ടോണിൽ തന്നെയായിരിക്കും ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത്. അതിൽ ഓരോ ഫ്ലോറൽ ഡിസൈൻസിൻ്റെയും സെൻറ്ററിൽ വരുന്നത് ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. കൂടാതെ ബോർഡർ വരുമ്പം പിങ്ക് ആൻഡ് വൈറ്റ് ഈ 2 ടോണിൽ ക്രോഷ്യോ ലേസ് ആണ്. ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നത് എവിടെ നിന്നാണ്. ക്രോഷ്യോ ലേസ് വന്നിട്ട് വീണ്ടും ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ഓർഗൻസയിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ്. എഗെയിൻ ആ ഒരു ക്രോഷ്യോ ലേസ് ആയിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. മുന്താണി സെയിം പാറ്റേൺ തന്നെയാണ് സാരിയുടെ പല്ലുവിലും വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്തായിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ലൈറ്റ് ബേബി പിങ്ക്. മുന്താണിയുടെ എൻഡിലും ആ ക്രോഷ്യോ ലേസ് ആയിരിക്കും പാർട്ടീഷൻ വരുന്നത്.
നല്ലൊരു എലഗൻ പാർട്ടിവെയർ സാരിയാണ്. രണ്ട് സൈഡും അപ്പറും ലോവറും ഇതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ്. മിഡിൽ പോർഷൻ വരുമ്പോൾ ഫുൾ ത്രെഡ് വർക്ക്. നല്ലൊരു സോബ കളർ കോമ്പിനേഷനിലാണ് സാരി. പല്ലു. ബ്ലൗസ് വരുന്നത് വൈറ്റ് ഓർഗൻസയിൽ വിത്ത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ക്രോഷ്യോ ലേസ് വരുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ പാർട്ടിവെയർ സാരി ആട്ടോ വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പേൾ ക്രീമാണ്. സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് പേൾ ക്രീമിൽ സോഫ്റ്റ് സിൽക്കാണ്, സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു പാറ്റേണിൽ വളരെ സോഫ്റ്റ് കോമ്പിനേഷനുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് ടെമ്പിൾ ഡിസൈനിലായിരിക്കും. ആന്റിക് സെറിയിലുള്ള ടെമ്പിൾ ബോർഡേഴ്സ് വന്നിട്ട് എൻ്റെ ഒരു സാരിയും വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ക്ലോസർ കാണിക്കാം കേട്ടോ. ഇതിൻ്റെയും ബോഡിയിൽ ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു സെമി ജൂട്ടിലെല്ലാം നമുക്ക് വരുന്നത്, ജൂട്ട് സിൽക്കിൽ വരുന്ന ആ ഒരു വൂവൺ ഡിസൈൻസ് വരുന്നുണ്ട് വെർട്ടിക്കലായിട്ട്. അതിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നല്ലൊരു ബേബി പിങ്ക് ആൻഡ് പെയിൽ ഗ്രീൻ ആ ഒരു ടോണിലാണ് ജാൽ പാറ്റേണും അതിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതൊരു പോയിന്റ് എംബ്രോയിഡറി പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻസ് വരുന്നത് കേട്ടോ സാരിയിൽ. കണ്ടോ, ടെമ്പിൾ ബോർഡർ, അതും ഒരു ആന്റി ഗോൾഡൻ സെറിയിലാണ് ടെമ്പിൾ വൂവൺ ബോർഡേഴ്സ് വരുന്നത് സാരിക്ക്. പല്ലു. മുന്താണി വരുമ്പോൾ റോസ് ഗോൾഡ് ആണ്. റോസ് ഗോൾഡിലുള്ള ഒരു സെറി വൂവൺ ലൈൻസ് വന്നിട്ട് അതിനുശേഷം ജൂട്ട് വീവിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു ഏരിയ വരുമ്പം ജൂട്ട് വൂവൺ പാറ്റേണിലാട്ടോ മുന്താണി. ബ്ലൗസും നല്ല പാറ്റേണിലാണ്. ഗോൾഡൻ സെറിയിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി. അതിന്റെ ബോർഡറും വീണ്ടും ആ ടെമ്പിൾ ഡിസൈനിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. സോഫ്റ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. ഞാൻ സിംഗിൾ ലെയറിൽ കാണിക്കും സാരി. വൺ ലെയറിലും ഈ ഒരു പാറ്റേണിലായിരിക്കും എടുക്കുക. ട്രാൻസ്പെറൻറ്റ് അല്ല സാരി. സിംഗിൾ ലെയറിൽ ഡ്രേപ്പ് ചെയ്ത നല്ലൊരു എലഗൻ പാർട്ടിവെയർ സാരിയാണ്. പ്ലീറ്റ്സ് ഇങ്ങനെയാട്ടോ വരുന്നത്. ഹാഫ് പോർഷനിലായിരിക്കും പ്ലീറ്റ്സിൽ വർക്ക് വരിക. ചെസ്റ്റ് പോർഷനും പല്ലു കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരും. വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വരുന്നത് സാരി. ഈ ടൈപ്പ് സാരീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, റീസ്റ്റോക്കിൽ വന്നതാട്ടോ. ഇതും സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സിൽക്കി കോട്ട ബോഡിയിൽ അതേ ടോണിൽ തന്നെ പേൾ ക്രീമിൽ തന്നെയുള്ള ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും എൻറ്റയർ ബോഡിയും വരിക. കൂടാതെ ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ പല്ലും ബ്ലൗസ് എല്ലാം നല്ലൊരു പാറ്റേണിലാണ് വരുന്നത്. ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ നല്ല സോഫ്റ്റ് കോമ്പിനേഷൻ ഫ്ലോറൽ പാറ്റേൺ വിത്ത് ഒരു ബേർഡ് മോട്ടീവ്സ് വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ കാണിക്കാം കേട്ടോ സാരിയുടെ. ഇതായിരിക്കും പാറ്റേൺ വരിക. ആ ഒരു പേൾ ക്രീമിൽ അതേ പാറ്റേണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്. ഫ്ലോറൽ ത്രെഡ് വർക്ക്. നല്ലൊരു റിച്ച് ലുക്ക് ആട്ടോ സാരിയുടെ ബോഡി. ഈ ഒരു ഫുൾ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ വിത്ത് ക്രോഷ്യോ ലേസ്. പല്ലു ഈ ഒരു പാറ്റേണിലാണ്. കളർ കോമ്പിനേഷനും നല്ലൊരു കോമ്പിനേഷനിലാണ്. ബേർഡ് മോട്ടീവ്സും അതിൽ ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. മുന്താണിയിൽ വരുമ്പം സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും സാരിക്ക് ബ്ലൗസും വരുന്നത്. സ്മോൾ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോഴും ഈ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. സെയിം ഫാബ്രിക്, സെയിം കളർ പാലറ്റ് തന്നെയാണ് വരുന്നത്. ആ ഒരു ഫ്ലോറൽ ഡിസൈനിന്റെ പാറ്റേൺ മാത്രമേ, കോമ്പിനേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. പേൾ ക്രീമിൽ തന്നെയുള്ള സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നു. സെയിം സ്റ്റൈലിൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത് എൻറ്റയർ ബോഡി. ഇതിൽ നല്ലൊരു ഗ്രീനാണ് സാരിയുടെ കോമ്പിനേഷൻ വർക്ക് വരുന്നത് കേട്ടോ, ഡിസൈൻ വരുന്നത്. പേൾ ക്രീമിൽ അതേ പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വിത്ത് ക്രോഷ്യോ ലേസ്. മുന്താണി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും. അതേ ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസ്. നല്ലൊരു ഗ്രീൻ ആൻഡ് ലാവൻഡർ ആണ്. ബ്ലൗസ് വരുന്നത് അതിൻ്റെ തന്നെ മിനിയേച്ചർ ഫോമില്ല കേട്ടോ, പ്രിന്റ് വരുന്ന ഫ്ലോറൽ ഡിസൈൻസ്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടിവെയർ കളക്ഷൻസ് ആണ്. പ്ലീറ്റ്സ് പോർഷൻ വരുമ്പം ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും, ഹാഫ് അല്ല ഒരു ലോവർ പോർഷനിലായിരിക്കും ആ ഒരു പ്രിന്റ് വരുന്നത്. പല്ലു. സെയിം പാറ്റേൺ തന്നെ, പേൾ ക്രീമിൽ തന്നെയുള്ള സിൽക്കി കോട്ടയാണ്. ഇതിൻ്റെയും ആ ഒരു പല്ലുവിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത്. ഇതിന് മുൻപത്തെ സാരീസിൽ ബേർഡ് മോട്ടീവ്സും വരുന്നുണ്ടായിരുന്നു. ഇതിൽ വരുമ്പോൾ ജാൽ പാറ്റേണും ഫ്ലോറൽ ഡിസൈൻസും തന്നെയായിരിക്കും. ബോഡിയിൽ വർക്ക് വരുന്നത് കണ്ടോ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് ക്രോഷ്യോ ലേസ്. ഫ്ലോറൽ പാറ്റേണിലാണ് സാരിയുടെ പല്ലു. പ്ലീറ്റ്സ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാട്ടോ സാരിയുടെ മുന്താണി, ബ്ലൗസ്. സെയിം പേൾ ക്രീമിൽ തന്നെ സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്, ഫ്ലോറൽ ഡിസൈൻ്റെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ബോഡി സെയിം തന്നെ കേട്ടോ, അതേ പേൾ ക്രീമിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും.
നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ, ബോർഡർ. മുന്താണിയിലെ വർക്ക് ആ ഒരു ഡിസൈൻ വരുമ്പം നല്ലൊരു ലാവൻഡർ ആൻഡ് ബേബി പിങ്ക് ആണ് ഫ്ലോറൽ ഡിസൈൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ബ്ലൗസ് വരുന്നതും അതേ പാറ്റേൺ തന്നെ, ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ്. എല്ലാ സാരീസും നല്ല ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സാരിയും സിൽക്കി കോട്ട തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. ഇതിൻ്റെ വർക്ക് എല്ലാം നല്ല പാറ്റേണിലാണ് വരുന്നത്. ഫുൾ സാരി ഈ ഒരു സ്റ്റൈലിലാണ്. ലോവർ ഏരിയയിൽ വൈറ്റിലാണ്. വൈറ്റിൽ നല്ലൊരു പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരി വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ലോവർ ബോർഡർ വരിക. ബോഡി കംപ്ലീറ്റ് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. പേൾ ക്രീമാണ് സാരിയുടെ ബേസ്, സിൽക്കി കോട്ട. അതിൽ വൈറ്റ് ആണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. കണ്ടോ, നല്ല എംബോസ്ഡ് പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് വിത്ത് ബനാറസി ബോർഡർ. രണ്ട് സൈഡിലും ബനാറസി ബോർഡർ വരുന്നുണ്ട്. എൻ്റെ ഒരു സാരിയും ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒരു വെഡിങ് ഫംഗ്ഷനും ഒരു മധുരം വെപ്പ് പോലുള്ള ഫംഗ്ഷനെ ഡ്രൈപ്പ് ചെയ്യാം. ഇതല്ലെങ്കിൽ ഒരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അങ്ങനെയുള്ള ഫംഗ്ഷനെ ഡ്രൈപ്പ് ചെയ്യാം. ഏത് ഒക്കേഷനും നമുക്ക് ആപ്റ്റ് ആട്ടോ ഈ ഒരു സാരി. ഫുൾ ഈ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. ലോവർ പോർഷൻ. മുന്താണി വരുമ്പം ഗോൾഡൻ സെറി ലൈനിലാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ കളറാട്ടോ. ഇതൊരു സോഫ്റ്റ് ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബേബി പിങ്കിൽ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്നത്. സിൽക്കി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരി. ഫുൾ ആ ഒരു ഫ്ലോറൽ വർക്കും അതിൽ ആ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത്. ഒരു യെല്ലോ വിത്ത് ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഇതിലും കണ്ടോ, ഫുൾ ആ ഒരു ഹാൻഡ് വർക്ക് വെച്ചിട്ടാണ് ആ ഒരു സ്റ്റെം ഫിനിഷ് ചെയ്യുന്നതും ഹാൻഡ് വർക്ക് ആണ്. കൂടാതെ യെല്ലോയിലും ആ ഒരു യെല്ലോ സ്വീക്കൻസ് വർക്കും അതിലൊരു ഫ്രഞ്ച് നോട്ട്സിന്റെ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് സാരി. ഇതിന്റെ ഈ വർക്കിന്റെ കോമ്പിനേഷൻ മാറി വരും. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് പിങ്ക് ആണ്. പിങ്ക് വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. അതിലും അതേ ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. ബോർഡർ വരുമ്പം സിമ്പിൾ ആ ഒരു പിങ്ക് ടോണിൽ തന്നെയുള്ള ക്രോഷ്യോ ലേസ് ആയിരിക്കും ബോർഡർ ആയിട്ട് വരുന്നത്. പല്ലു എന്താണ് ഇതാട്ടോ ഹാൻഡ് വർക്ക് വരുന്നത് കംപ്ലീറ്റ്. നല്ലൊരു പേൾ വർക്കും ബീഡ്സ് വർക്കും ഫ്രഞ്ച് നോട്ട്സും വെച്ചിട്ടായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലാണ്. ഒരു പീച്ച്, ബേബി പിങ്ക്, വൈറ്റ് ആ ഒരു ടോണിലാണ്. സെൻറ്ററിൽ വരുമ്പം പേൾ വർക്കാണ് വരുന്നത്. അതിൽ ആ ഒരു പിങ്ക് ടോണിൽ തന്നെയുള്ള സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. പീച്ച് ഫ്ലവർ വരുമ്പം പീച്ചിൻ്റെ ആയിരിക്കും സ്വീക്കൻസ് വർക്ക് വരും. നല്ല പാറ്റേണിലാണ് സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസും ഞാൻ കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ബ്ലൗസിലും ഇതേ വർക്ക് തന്നെയാണ് ബ്ലൗസിലും വരുന്നത്. നല്ലൊരു സോഫ്റ്റ് ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇത് നമുക്കൊരു ഒക്കേഷൻ വെയർ, ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷനാണ്. സാരിയുടെ മുന്താണിയിൽ ആ ഒരു വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ ആട്ടോ. ഫുൾ ഹാൻഡ് വർക്കിലാണ് സാരിയുടെ പല്ലു വരുന്നത്. പ്ലെയിൻ ബേബി പിങ്കിൽ തന്നെ ആ ഒരു ഹാൻഡ് വർക്ക് പാറ്റേണിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. സെയിം പാറ്റേൺ, സെയിം ഫാബ്രിക് തന്നെയാണ്. കളർ പാലറ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇത് വരുന്നത് വൈറ്റ് ആണ്. നല്ലൊരു ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ്. വൈറ്റിലും അതേ പാറ്റേണിൽ തന്നെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഡിഫറെന്റ് കളർ പാലറ്റിലായിരിക്കും. ബോഡിയിൽ വരുമ്പോൾ ഗ്രേ വിത്ത് വൈറ്റ്, മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രീൻ, ബേബി പിങ്ക് വിത്ത് ഗ്രീൻ, അങ്ങനെ ഡിഫറെന്റ് പാറ്റേണിലായിരിക്കും ബോഡിയിൽ വർക്ക് വരിക. ഇതിൽ വരുമ്പം ഗ്രേ വിത്ത് വൈറ്റ് ആണ്. നെക്സ്റ്റ് ഡിസൈൻ വരുമ്പോൾ ഇതായിരിക്കും പീച്ച് വിത്ത് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ മാറി വരും. അടുത്തത് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രീൻ. ഈ ഒരു പാറ്റേണിൽ വരും. ബോർഡർ വൈറ്റ് ആണ്. വൈറ്റ് ക്രോഷ്യോ ലേസ് ആയിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. പല്ലു ഈ ഒരു പാറ്റേണിലാണ്. മുന്താണിയിൽ ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഗ്രേയിൽ വരുമ്പം ഗ്രേ വിത്ത് വൈറ്റ് പേൾസ് ആയിരിക്കും വരുന്നത്. പേൾ വർക്ക് വരും. മസ്റ്റേർഡ് യെല്ലോ വരുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ സ്വീക്കൻസ് വർക്ക് വിത്ത് പേൾ വർക്ക്. വീണ്ടും ബേബി പിങ്ക്. വീണ്ടും ലീഫ് പാറ്റേൺസ് വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും. വൈറ്റ് വിത്ത് മൾട്ടി കളറിലുള്ള ഫ്ലോറൽ ഡിസൈൻസ്. സോഫ്റ്റ് സിൽക്കി കോട്ടയാണ് ഫാബ്രിക്. മുന്താണി വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിൽ ആ ഒരു മസ്റ്റേർഡ് യെല്ലോ ടോണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്.
ടീൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത് കേട്ടോ. സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. ഒരു അക്വാ ഗ്രീനും ടീൽ ഗ്രീനും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇതിൽ ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ, ഫ്ലോറൽ ഡിസൈൻസ് മാറിയിട്ടുണ്ട്. കൂടാതെ ബോഡിയിൽ ഒരു സ്മോൾ ചെക്ക് പാറ്റേൺസ് ആണ്. ആ ഒരു സിൽക്കി കോട്ടയിൽ വരുന്ന ഒരു ചെക്ക് ഡിസൈൻസ് ഉണ്ടല്ലോ, സ്മോൾ ചെക്ക് പാറ്റേണിലായിരിക്കും സാരിയുടെ ബോഡി വരിക. അതിൽ നല്ല പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ഇതൊരു ബുള്ളി നോട്ട്സ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ഓക്സ്ഫോർഡ് ബ്ലൂ ആണ്. ഇപ്പോൾ ബുള്ളി നോട്ട്സിൻ്റെ ആ ഒരു ഈ ഒരു പാറ്റേൺ വന്നിട്ട് അതിന് നടുക്ക് വരുമ്പോൾ ഫ്രഞ്ച് നോട്ട്സും സ്വീക്കൻസ് വർക്കും വെച്ചിട്ടാണ് പേർപ്പിൾ ടോണിലായിരിക്കും മിഡിലിൽ ഹാൻഡ് വർക്ക് വരുന്നത്. വീണ്ടും ഗ്രേ സ്റ്റെം വരുമ്പം അവിടെയും ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഹാൻഡ് വർക്ക്. നെക്സ്റ്റ് വൺ വരുന്നത് പീച്ചാണ്. പീച്ച് വിത്ത് പേർപ്പിളിലാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്ന വർക്ക്. എന്താണ് സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ഹാൻഡ് വർക്കിലായിരിക്കും പല്ലു ഫിനിഷ് ചെയ്യുന്നത്. എല്ലാം നല്ല പേസ്റ്റ് കളച്ചാട്ടിലാട്ടോ എല്ലാ സാരീസും വരുന്ന ഹാൻഡ് വർക്കിൽ. ഇത് നമുക്കൊരു ഒക്കേഷൻ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസ് ആണ്. സോഫ്റ്റ് സിൽക്കി കോട്ടയിൽ ഈ ഒരു സ്റ്റൈലിലായിരിക്കും കംപ്ലീറ്റ് സാരി. എന്താണ് ബോഡിയും പല്ലും എല്ലാം അതേ ഹാൻഡ് വർക്കിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് തന്നെ ആയിരിക്കും വരുന്നത്. വിത്ത് ബ്ലൗസ്, ബ്ലൗസിന്റെ സ്ലീവിലും അതേ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട് ഹാൻഡ് വർക്കിൽ. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്ന നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഈ സാരിയും കംപ്ലീറ്റ് അതേ ഹാൻഡ് വർക്കിൽ തന്നെയാണ് വരുന്നത്. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഇതും ആ ഒരു ഗോൾഡൻ ചെക്ക് വീവിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ചെക്ക് പാറ്റേൺസ് വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് വരുന്നത്. നല്ല മൾട്ടി കളർ കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. പല്ലു ഫുൾ ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ മസ്റ്റേർഡ് ബ്ലൂ ആ ഒരു ടോണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. വിത്ത് ബ്ലൗസ് മോട്ടീവ്സ് വരുന്നുണ്ട്. ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ് ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നുണ്ട്. സെയിം പാറ്റേൺ സെയിം ഫാബ്രിക് തന്നെ ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും എൻ്റെ ഒരു സാരിയും വരുന്നത്. പേൾ ക്രീമാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പേൾ ക്രീമിലും അതേ പാറ്റേണിൽ തന്നെ കേട്ടോ. മൾട്ടി കളറിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ. ഫ്രഞ്ച് നോട്ട്സ് ആൻഡ് ബുള്ളി നോട്ട്സ്, അതിലൊരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. എന്താണ് ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെ. ഇതിലും ആ ഒരു ഗോൾഡൻ ചെക്ക് വീവ് വരുന്നുണ്ട് ഈ സാരിക്ക് എല്ലാത്തിനും. പേൾ ക്രീമിൽ തന്നെ ഒരു ഗോൾഡൻ ചെക്ക് ഡിസൈൻസ് വന്നിട്ടായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. എല്ലാം നല്ല എലഗൻറ്റ് പാർട്ടി വെയർ സാരീസ് ആണ്. നമുക്കൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് ക്ലാസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ്. വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. ഇതെല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ് സെയിം സ്റ്റൈലിൽ തന്നെ. ഇതാണ് പല്ലുവിലുള്ള വർക്ക് വരുന്നത്. നല്ല കളർ കോമ്പിനേഷനിലാണ്. ഒരു ഡാർക്ക് ഗ്രീൻ മസ്റ്റേർഡ് യെല്ലോ ആൻഡ് പീച്ച് ഈ ഒരു ടോണിലാണ് സാരിയിൽ ഹാൻഡ് വർക്ക് വരുന്നത്. ബേസ് കളർ വരുന്നത് പേസ്റ്റൽ പിസ്ത ഗ്രീനാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് ആണ് സാരി അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കളറും വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാണ് വരുന്നത് കേട്ടോ. ലൈറ്റ് പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഫുൾ ഫ്ലോറൽ ഡിസൈൻസിലുള്ള ഹാൻഡ് വർക്ക്. ബോഡി കംപ്ലീറ്റ് ആ ഒരു സ്മോൾ ചെക്ക് പാറ്റേൺസ് വന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. മസ്റ്റേർഡ് യെല്ലോ വിത്ത് വയലറ്റ് ആണ് ഫ്ലോറൽ പാറ്റേൺ. ദെൻ പീച്ച്, ബ്ലൂ, പേസ്റ്റൽ യെല്ലോ, ഗ്രീൻ ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ്. എന്താണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് സോഫ്റ്റ് സിൽക്കി കോട്ട തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ല കളർ പാലറ്റിലാണ് സാരി വരുന്നത്. പെയിൽ ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഒലിവ് ഗ്രീൻ ആയിരിക്കും കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് വരുന്നത്. സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. നല്ല പാറ്റേണിൽ മൾട്ടി കളറിൽ തന്നെയായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതിൽ ബോഡി കംപ്ലീറ്റ് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റ് വരുന്നുണ്ട്. സോഫ്റ്റ് സിൽക്കി കോട്ടയിൽ ബോഡിയിൽ ഫുൾ ആ ഒരു ഡിസ്ചാർജ് പ്രിന്റ് വരുന്നുണ്ട്. നല്ല ഫാബ്രിക് ആണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആട്ടോ. ഇതായിരിക്കും ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. അതിൽ മിഡിലെ ആ ഒരു പേൾ വർക്ക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നത്. ആ ഒരു ഒലിവ് ഗ്രീൻ ടോണിൽ തന്നെയാണ് ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ബോർഡറിന്റെ അതേ കളറിൽ തന്നെയായിരിക്കും ക്രോഷ്യോ ലേസ് വരുന്നത്. മുന്തണി ആ ഒരു ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റ്. അത് കഴിഞ്ഞ് വരുന്നത് കംപ്ലീറ്റ് ആ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും. സാരിയുടെ പല്ലു ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്.
എൻ്റെ സാരിയിലും ഈ ഒരു ഹാൻഡ് വർക്ക് ആൻഡ് ഒരു ഡിസ്ചാർജ് ഡിസൈനിൽ തന്നെയായിരിക്കും വരുന്നത്. മുന്താണിയിലാണ് ഈ ഒരു സ്റ്റൈലുള്ള ഹാൻഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നുണ്ട്, പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. ആ ഒരു ഒലിവ് ഗ്രീൻ ടോണിൽ ഒരു ഡിസ്ചാർജ് പ്രിന്റിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത് സാരിക്ക്. നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് നെക്സ്റ്റ് സിൽക്കി കോട്ട സാരി വരുന്നത്. ഡാർക്ക് ലാവൻഡർ ആണ് സാരിയുടെ കളർ ടോൺ വരുന്നത്. ഇതിൽ നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. അതേ ലാവൻഡർ ടോണിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് 2 പാറ്റേണിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സെൽഫ് കളറിൽ തന്നെ വരുന്നത്. വീണ്ടും വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്, എംബോസ്ഡ് പാറ്റേണിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഡ്യുവൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക്, ഒരു ത്രെഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഡാർക്ക് പേർപ്പിൾ ഗ്രീൻ കോമ്പിനേഷനിൽ. വീണ്ടും ആ ഒരു ലാവൻഡർ ടോണിലുള്ള എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. ഫുൾ എൻ്റയർ സാരിയും ഇതേ പാറ്റേൺ തന്നെയാണ്. നല്ലൊരു കളർ പാലറ്റിലാണ് സാരി വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. പല്ലു ലാവൻഡർ ടോണിൽ തന്നെയായിരിക്കും ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വിത്ത് ബ്ലൗസ്. സെയിം അതേ വർക്ക് തന്നെ കേട്ടോ നെക്സ്റ്റ് സാരിയും വരുന്നത്. പേൾ ക്രീമാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. പേൾ ക്രീമിൽ സോഫ്റ്റ് സിൽക്കി കോട്ട തന്നെ ഫാബ്രിക് വരുന്നത്. സെയിം പാറ്റേണിലുള്ള വർക്ക് തന്നെയാണ്. അതേ പേൾ ക്രീം ടോണിൽ തന്നെ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. വീണ്ടും ഈ ഒരു പാറ്റേണിലായിരിക്കും നെക്സ്റ്റ് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും എൻ്റയർ ബോഡിയിലും വർക്ക് വരുന്നത്. ബോർഡർ ഇല്ല ഈ ടൈപ്പ് സാരീസ് വരുന്നത്. ബോഡി നല്ല റിച്ച് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് ബോർഡർ ആയിരിക്കും സാരി വരുന്നത്. കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് കേട്ടോ വർക്ക് വരുന്നത്. പല്ലു ഇതായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. അടുത്ത സാരി ബ്യൂട്ടിഫുൾ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് ലിനനിലും ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സാരി വരുന്നത്. നല്ലൊരു കളർ പാലറ്റിലാണ് സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഒരു റസ്റ്റിക് പീച്ച് ആൻഡ് റെഡ് റിബൺ ബോർഡറിലാണ് സാരി ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. മുകൾ ഭാഗം വരുമ്പം ഡിസ്ചാർജ് പ്രിന്റ് ആയിരിക്കും, ഫ്ലോറൽ ഡിസ്ചാർജ് പ്രിന്റിലായിരിക്കും സാരിയുടെ അപ്പർ പോർഷൻ വരിക. ലോവർ ഏരിയ വരുമ്പം കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ അതേ ആ ഒരു ചെയിൻ കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ആ ഒരു ഡാർക്ക് പീച്ചിൽ ഔട്ട്ലൈൻ വരുന്നതെല്ലാം കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിൽ തന്നെയായിരിക്കും. വിത്ത് ബോർഡർ റെഡ് റിബൺ ബോർഡർ വരുന്നുണ്ട്. ഇതായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. മുന്താണി വരുമ്പോൾ മുന്താണിയുടെ എൻഡിലും ഇതേ വർക്ക് തന്നെ വന്നിട്ട് കാന്ത സ്റ്റിച്ച് ആയിരിക്കും മുന്താണിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. മസ്റ്റേർഡ് യെല്ലോ ത്രെഡ് വെച്ചിട്ടായിരിക്കും എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും കേട്ടോ. അപ്പർ പോർഷൻ കംപ്ലീറ്റ് ഡിസ്ചാർജ് പ്രിന്റ്, ലോവർ ഏരിയ ഫുൾ വരുന്നത് അതേ ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത്. പല്ലു ഇതിന്റെ ബ്ലൗസും ഫുൾ വർക്കിൽ തന്നെയാണ് വരുന്നത്. 2 സ്ലീവും ഇതേ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷനും ഫുൾ വർക്കിൽ തന്നെയാണ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ബാക്ക് പോർഷനിൽ വർക്ക് വരുന്നത്. ഫാബ്രിക് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. ഇതിൽ ആ ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, കോമ്പിനേഷനും മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഒലിവ് ഗ്രീൻ വിത്ത് ഒരു ഓഫ് ക്രീമാണ്. ഐവറി ടോൺ, ഐവറി വിത്ത് ഒലിവ് ഗ്രീൻ ആയിരിക്കും സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ല ഒതുങ്ങി നിൽക്കുന്ന സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. വിത്ത് റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഇതിലും ഓരോ ഫ്ലോറൽ പാറ്റേണും ഹൈലൈറ്റ് ചെയ്യുന്നത് കാന്ത സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ് വരിക. കണ്ടോ ഗ്രീനിൽ തന്നെയാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ. അതിൽ യെല്ലോ ത്രെഡ് വെച്ചിട്ടാണ് കാന്ത വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും എൻ്റയർ ബോഡിയും വരിക. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ ആണ്, റെഡ് റിബൺ ബോർഡർ. പല്ലു വരുന്നതും ഇതേ പാറ്റേണിൽ തന്നെയുള്ള ഹാൻഡ് വർക്ക് വന്നിട്ട് മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ കാന്ത വർക്ക് ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഈ സാരിയുടെയും ബ്ലൗസ് നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ഫുൾ വർക്കിലാട്ടോ ബ്ലൗസ് വരുന്നത്. ഒരു ഡയഗണൽ പാറ്റേൺ ലഹരിയ ഡിസൈനിലാണ് സാരിയിൽ പാറ്റേൺ വരുന്നത്, ഡിസൈൻ വരുന്നത്. അതിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. ഫുൾ കാന്ത വർക്കിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ പോർഷനും ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഇത് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ. ഫുൾ അതേ ആ ഒരു ഹാൻഡ് വർക്കിലുള്ള ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. അതിലും ഒരു സ്വീക്വൻസ് വർക്ക് വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. സ്ലീവും ഇതേ പാറ്റേണിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നത്. ഫുൾ വർക്കിലായിരിക്കും ബ്ലൗസിൻ്റെ ബാക്ക് സൈഡും 2 സ്ലീവും ഫിനിഷ് ചെയ്യുന്നത്. ഇങ്ങനെ വരും സാരി.
സെയിം പാറ്റേൺ തന്നെയാണ്, കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ലാവൻഡർ പേർപ്പിളാണ്. ലാവൻഡറും പേർപ്പിളും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു റെയർ കളർ ടോണിലാണ് സാരി വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസും കാന്ത വർക്കും തന്നെ കേട്ടോ സാരിയുടെ ബോഡി ഫിനിഷ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ഒണിയൻ പിങ്കും ലാവൻഡറും കൂടി ചേർന്ന് വരുന്ന കളറാണ് കേട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ്. പല്ലു ഈ ഒരു പാറ്റേണിലാണ്, മുന്താണിയിൽ ഹാൻഡ് വർക്ക് വരുന്നത്. ബ്ലൗസും അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ, അതേ ഡയഗണൽ പാറ്റേണിൽ ഫുൾ വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇത് സ്ലീവാണ്, അല്ല ഇത് ബാക്ക് പോർഷൻ. ഫുൾ ഈ ഒരു ത്രെഡ് വർക്കിൽ തന്നെ ആയിരിക്കും ബാക്ക് പോർഷൻ വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ സ്ലീവും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരും സാരി. നെക്സ്റ്റ് സാരി ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ ആ ഒരു വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഫ്ലോറൽ മോട്ടീവ്സും അതിലൊരു ബേർഡ് മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ. ഇതും ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. കാന്ത വർക്ക് വെച്ചിട്ട് അതിലൊരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു പാരി ഇതൊരു ബേർഡിൻ്റെ മോട്ടീഫാണ്. അത് കംപ്ലീറ്റ് ആ ഒരു കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും. വീണ്ടും അതേ ബേർഡ് മോട്ടീവ്സ്, ഫുൾ വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള കാന്ത വർക്കാണ് വരുന്നത്. ബോഡി വരുമ്പം ഇതുപോലെ ജാൽ പാറ്റേണിലാണ് കാന്ത സ്റ്റിച്ച് വരുന്നത്. ഒരു മാറ്റ് സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. പല്ലു ഇതായിരിക്കും മുന്താണി ഫിനിഷ് ചെയ്യുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. ഇതിന് മതി ആ ഒരു പാറ്റേണിലുള്ള റിബൺ ബോർഡർ വരുന്നുണ്ട്. ഒരു റെഡ് റിബൺ ബോർഡർ വന്നിട്ട് പ്ലീറ്റ്സ് വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. വിത്ത് പല്ലു, ബ്ലൗസ് രണ്ട് സ്ലീവും ബാക്കും ഫുൾ വർക്കിൽ തന്നെയാണ് വരുന്നത്. ഇതായിരിക്കും ബാക്ക് സൈഡ് വരുന്നത്. ഒലിവ് ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. ഒലിവ് ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഹാൻഡ് വർക്ക് വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ബേർഡ് മോട്ടീവ്സിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ഫുൾ കാന്ത സ്റ്റിച്ച് പാറ്റേണിലുള്ള ഹാൻഡ് വർക്കും അതിലൊരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ തന്നെ. നല്ലൊരു സോഫ്റ്റ് ഒലിവ് ഗ്രീനിൻ്റെ തന്നെ ഒരു ലൈറ്റ് ടോണാണ് വരുന്നത് സാരി. മുന്താണി ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും ബ്ലൗസും വരുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതും നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത്. ഇതിൻ്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു കോപ്പർ ബ്ലെൻഡഡ് മോ ടോൺ ആണ് സാരിയുടെ കളർ വരുന്നത്. അതിലും ഹാൻഡ് വർക്ക് ആൻഡ് കാന്ത സ്റ്റിച്ചിൽ തന്നെയാണ് കേട്ടോ എൻ്റയർ ബോഡിയും വരുന്നത്. ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ ജാൽ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ ആ ഒരു ബോഡി വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പം ഈ ഒരു സ്റ്റൈലിൽ വരും. റെഡ് റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഫുൾ വർക്കിൽ തന്നെയാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്.